ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇന്ന് നടന്ന സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാങ്ക് ഡെപ്പോസിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. The characteristics of various types of deposits are provided. Arrange them carefully and complete the concept map. അല്ലേ, അപ്പോൾ ഇവിടെ എന്താ നൽകിയിട്ടുള്ളത്? ഡെപ്പോസിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ, സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ കോൺസെപ്റ്റ് മാപ്പിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ, കറണ്ട് ഡെപ്പോസിറ്റ് ഏതാണ് വരിക? ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണല്ലേ, ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ദെൻ ബി എന്താണ്? സേവിങ് ഡെപ്പോസിറ്റ്. എനി എമൗണ്ട് ഓഫ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഓഫ് വിച്ച് ലോവർ റേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ് എന്നുള്ളതാണ് അല്ലേ. ദെൻ ഡി ഏതാണ് വരുന്നത്? സി നോക്കാം. നെക്സ്റ്റ് റിക്വയറിംഗ് ആണ് അല്ലേ. ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ആണ് അല്ലേ. സി ഇതാണ്. ദെൻ ഡി ഏതാണ്? മണി ഈസ് വിത്ഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ സ്പെസിഫിക് പീരീഡ്, ഫിക്സഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ? ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലേ. ആൻസർ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ജപ്പാൻ ഈസ് ആൻ ഏഷ്യൻ കൺട്രി വിത്ത് യുണിക് ജോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ജപ്പാൻ ഫ്രം ഹിൻസ് പ്രൊവൈഡഡ്. തന്നിട്ടുള്ള ഹിൻസിൽ നിന്ന് ജപ്പാൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണല്ലേ. ഏതാണ് അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഏതാണ്. യെസ്, 1 and 4 ആർ കറക്റ്റ് അല്ലേ. 1 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ സി, 1 and 4 ആർ കറക്റ്റ്. Then complete the table by including more information related to the literature and food of Japan. Japan literature. Kojiki is a work that describes traditional history. Then നമുക്ക് എന്തൊക്കെ എഴുതാം? ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഫുഡിൽ എന്തൊക്കെ എഴുതാം? റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റം. ഓക്കെ, ദെൻ സുഷി, ടെമ്പുറ, സീ ഫുഡ് അതൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഹു ഹാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണല്ലേ. ആരായിരുന്നു? യെസ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ റൈറ്റ് ഡൗൺ ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ ഗിവൺ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചർ നൽകിയിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. ദ ഹെഡ് ഓഫ് ദ നാഷൻ ഈസ് സെലക്ടഡ്, റിപ്പബ്ലിക് ആണ്. ദെൻ റെഡ്യൂസസ് ഇനീക്വാളിറ്റി ഇൻ എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്താണ്? സോഷ്യലിസ്റ്റ് ഓർ സോഷ്യലിസം അല്ലേ. സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് എഴുതിയാലും മതി. ദ നാഷൻ ഹാസ് നോ ഒഫീഷ്യൽ റീജിയൻ. ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് സെക്കുലർ ഓർ സെക്കുലറിസം ഏതെഴുതിയാലും ശരിയാണ്. ദെൻ പീപ്പിൾ ഓർ സോവറിൻ, ഡെമോക്രസി ഓർ ഡെമോക്രാറ്റിക്, പോപ്പുലർ സോവറിനിറ്റി എന്ന് ഏതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, ദെൻ വാട്ട് ഈസ് മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഈസ് എ സ്പെസിഫിക് റൂൾ അല്ലേ, ലോ ഓർ കോസ് റിട്ടൺ വിത്തിൻ ദ ടെക്സ്റ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ആക്ട്സ് ആസ് എ ഫണ്ടമെന്റൽ ലോ ദാറ്റ് ഗവേൺസ് ഹൗ എ കൺട്രി ഈസ് റൺ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question has two parts ഉണ്ടല്ലേ. ഓക്കെ, ഓഷ്യൻ ആർ വാസ്റ്റ് ബോഡീസ് ഓഫ് വാട്ടർ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ്. പ്രിപ്പയർ എ റീഡിംഗ് കാർഡ് ഫോർ എനി വൺ ഓഫ് ദ ഓഷ്യൻ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഇൻക്ലൂഡിംഗ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ ഗിവൺ മാപ്പ്. തന്നിട്ടുള്ള മാപ്പ് ഉപയോഗിച്ച് കണ്ടെത്തി എഴുതാനാണല്ലേ. നെയിം ഓഫ് ദ ഓഷ്യൻ ഏതാണ്? പസഫിക് ആണല്ലേ. നെയിം ഓഫ് ദ ഓഷ്യൻ പസഫിക്. ദെൻ കോണ്ടിനെന്റ് ഷെയറിംഗ് ബൗണ്ടറീസ് ഏതൊക്കെയാണ്? യെസ്, ഏഷ്യ ഉണ്ട്, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അല്ലേ. ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ദെൻ ഡീപ്പസ്റ്റ് റീജിയൻ ഏതാണ്? യെസ്, ചാലഞ്ചർ ഡീപ്പ് ഇൻ മറൈൻ ട്രെഞ്ച് അല്ലേ. ഓക്കെ, ദെൻ അതർ ഫീച്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ കണ്ടെയ്ൻസ് ദ റിംഗ് ഓഫ് ഫയർ, അതായത് വോൾക്കാനിക് ബെൽറ്റ് ഒക്കെ അതൊക്കെ എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ ഓഷ്യനോഗ്രഫി is the scientific study of ocean. How is the study of ocean useful to us? Prepare a note അല്ലെ, ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Then prepare a placard highlighting the importance of ocean conservation. ഓഷ്യൻ സംരക്ഷണം അല്ലേ, കൺസർവേഷൻ്റെ
പ്ലക്കാർഡ് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? സേവ് അവർ ഓഷ്യൻ, സേവ് അവർ ഫ്യൂച്ചർ, അല്ലെങ്കിൽ സേവ് നോ ടു പ്ലാസ്റ്റിക്, സേവ് മറൈൻ ലൈഫ്, ദ ഓഷ്യൻ, ദ ഹേർട്ട് ഓഫ് അവർ പ്ലാനറ്റ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്ലക്കാർഡ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് 5ാമത്തെ ചോദ്യം, ആൻഡ് നാഷണൽ ഈസ് ദ ഫൈനസ്റ്റ് സോഷ്യോ പൊളിറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ പീപ്പിൾ. ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് എ നാഷൻ ഫ്രം ദ ഫോളോയിങ്. ഏതൊക്കെയാണ് വരിക? ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ 1 and 2 and 4 ഓൺലി എന്നുള്ളതാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, then prepare a note including the features sovereignty as an element of nation. ഒരു നോട്ട് എഴുതാനാണ് അല്ലേ? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ എഴുതിയിട്ടുള്ളത്? sovereignty is the supreme power of the state to make its own laws and decision അല്ലേ? It has 2 aspects. ഏതൊക്കെയാണുള്ളത്? ഇന്റേണൽ sovereignty and അതുപോലെ തന്നെ എക്സ്റ്റേണൽ sovereignty ഒക്കെ ഉണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. The laws, policies and programs of Indian national are implemented through various bodies of the government. Select the correct statement related to the various bodies of the government. First, judiciary intercepts the laws, then legislature implements the laws, then execution wing implement the laws. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഏതാ വരുന്നത്? യെസ്, ആൻസർ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി. 1 and 3 are correct. 1 and 3 are correct. Then the lifestyle and livelihood of inhabitants in each തിണൈ, തിണയെ കുറിച്ചിട്ടാണ് അല്ലേ? യൂസ് ടു ഡിഫർ ബേസ്ഡ് ഓൺ ദി ജോഗ്രഫിക്കൽ പെക്കുലാരിറ്റീസ് ഓഫ് തിണൈ. ദി ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലേ? ഇവിടെ ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റിലേറ്റിംഗ് ദ സിറ്റുവേഷൻ ഇൻ ദ ന്യൂസ് റിപ്പോർട്ട് വിത്ത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് തിണൈ. അപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഫോറസ്റ്റ്, മൗണ്ടെയ്ൻസ്, മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് അല്ലേ? അപ്പോൾ ഏതാണ് തിണൈ? ഏതാണ്? യെസ്, നമുക്കറിയാം കുറിഞ്ചിയാണ് അല്ലേ? കുറിഞ്ചിയാണ്. തിണൈ ഏതാണ്? കുറിഞ്ചി. അപ്പോൾ എ ആൻസർ വരുന്നത് കുറിഞ്ചി. ദെൻ മുല്ലൈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഗ്രാസ് ലാൻഡ്സും പാസ്റ്റേഴ്സ് ആൻഡ് പാസ്റ്റർ ലാൻഡ് ഒക്കെ എഴുതാം അല്ലേ? ദെൻ എന്താണ് അതിൻ്റെ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്? കാറ്റൽ ആൻഡ് റയറിംഗ് ആണ് അല്ലേ? ദെൻ പാലൈ എറിഡ് റീജിയൻ ആണ്. ദെൻ അവിടെ എന്തൊക്കെ എഴുതാം? യെസ്, റോബറി, അതുപോലെ തന്നെ കാറ്റിൽ ലിഫ്റ്റിംഗ് ഒക്കെയാണ് അല്ലേ? റോബറി ഓർ കാറ്റിൽ ലിഫ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് തിണൈസ് തന്നിട്ടില്ല, അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആണ്. ഏതായിരിക്കും തിണ എന്ന് പറയുന്നത്? മരുതമാണ് അല്ലേ? തിണൈ ഏതാണ്? മരുതം. ദെൻ കോസ്റ്റൽ ഏരിയാസ്, മീൻ ഓഫ് ലിവ്ലിഹുഡ്, നെയ്തല് എന്തായിരിക്കും? ഫിഷിംഗ് അല്ലേ? സാൾട്ട് മേക്കിംഗ്, അതുപോലെ തന്നെ ഫിഷിംഗ്, സാൾട്ട് മേക്കിംഗ് ഓർ ഫിഷിംഗ്. ഓക്കെ, അപ്പോൾ അതല്ലേ? അപ്പോൾ ഒന്നുകൂടി എയുടെ ആൻസർ പറയാം. കുറിഞ്ചി, ദെൻ ബി ഗ്രാസ്ലാൻഡ്സ്, ദെൻ സി പാലയല്ലേ ലോഡിംഗ് ഓർ റോബറി അല്ലെങ്കിൽ കാറ്റിൽ ലിഫ്റ്റിംഗ് എഴുതാവുന്നതാണ്. സി റോബറി, കാറ്റിൽ ലിഫ്റ്റിംഗ്. ദെൻ ഡി മരുതം. ഇ എന്താണ്? ഫിഷിംഗ് ഓർ സാൾട്ട് മേക്കിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം കൂട്ടുകാർ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം എളുപ്പമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.